Hi all. ഏണസ്റ്റ് അക്കാഡമിക്ക് ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. അഗ്രികൾച്ചർ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് റിസൾട്ടുകളാണ് വന്നിരിക്കുന്നത്. ഒന്ന് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2ഉം മറ്റൊന്ന് ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2ഉം. ഈ രണ്ട് എക്സാമിനേഷനും ഏണസ്റ്റ് അക്കാഡമിയിൽ ധാരാളം ഉദ്യോഗാർത്ഥികളെ ജോലിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നത് ഏറെ സന്തോഷമുള്ളതാണ്. രണ്ട് എക്സാമിനേഷനും ആകർഷകമായ വിജയം ഏണസ്റ്റ് അക്കാഡമിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. രണ്ട് എക്സാമിനേഷനുകളിലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആശംസകൾ. നിങ്ങളെ തേടി ഇനിയും വിജയം എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഏണസ്റ്റ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോടൊപ്പം ഇനിയും പൂർണ്ണ സപ്പോർട്ടോടുകൂടി നിൽക്കുക എന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഇനി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ ഉദ്യോഗാർത്ഥികളോടാണ് പറയാനുള്ളത്, വിജയം എന്നത് എപ്പോഴും പരാജയത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ വളരെ പ്രശസ്തനായ IAS ഓഫീസർ ശ്രീ കൃഷ്ണതേജയുടെ വാക്കുകൾ ഞാനിവിടെ കോട്ട് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി, അദ്ദേഹം കളക്ടർ ആയിരിക്കുമ്പോൾ അദ്ദേഹം എത്ര തവണ പരാജയപ്പെട്ടിട്ടാണ് കളക്ടറായി എന്ന് ആരും ചോദിക്കാറില്ല. അദ്ദേഹം കളക്ടറാണ് എന്ന് മാത്രമാണ്, ഇന്ന ജില്ലയുടെ കളക്ടറാണ് എന്ന് മാത്രമാണ് ആൾക്കാർ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. അത്തരത്തിൽ നിങ്ങൾ ഏതൊക്കെ പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടുവെന്നു, ഏതൊക്കെ എക്സാമുകൾ നിങ്ങൾ ഫെയിലിയർ ആയിരുന്നു, ഏതൊക്കെ ജീവിത പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ വന്നതെന്നൊന്നും ആരും നോക്കുകയില്ല. മറിച്ച് നിങ്ങളുടെ ആത്യന്തികമായ വിജയത്തിലായിരിക്കും നിങ്ങളുടെ അവസാനമായിട്ട് എത്തുന്നത്. നിങ്ങളെ ഓരോരുത്തരും വിളിക്കുന്നത് നിങ്ങൾ ഏത് പദവികളിൽ എത്തുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇനി വരാൻ പോകുന്ന അഗ്രികൾച്ചർ ഓഫീസറിന്റെ റിസൾട്ട് ഉണ്ട്, ഇത്തരത്തിലുള്ള പല റിസൾട്ടുകളുണ്ട്. ഇവയിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും. മാത്രവുമല്ല, ഇനി ധാരാളം എക്സാമുകൾ അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികളെ തേടി വരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം ഇതേ രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുക. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാതെ പോയവർക്കും റാങ്ക് ലിസ്റ്റിൽ പിന്നിലായി പോയവർക്കും ഒക്കെ ഇനിയും മുമ്പോട്ട് വരാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുണ്ട് എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു തസ്തികയാണ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 എന്നുള്ളത്. ഇത് പ്രധാനമായിട്ടും വിളിക്കുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലേക്കാണ്. ഇത് അഗ്രികൾച്ചർ മേഖലയുടെ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷനാണ്. ഇതിന്റെ കോഴ്സ് ഏണസ്റ്റ് അക്കാഡമിയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾ കൃത്യമായി ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ മുമ്പ് തന്നെ നമുക്ക് ഏറെക്കുറെ സിലബസ് തീർക്കുവാനും എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ ആകുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് റിവിഷൻ തുടങ്ങി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങി കേന്ദ്ര സർക്കാരിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാനും കഴിയും. കേന്ദ്ര സർക്കാരിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ളതാണ്. കേരള PSCയുടെ കൂട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ശേഷം പിന്നീട് എപ്പോഴെങ്കിലും അഡ്വൈസ് വരുന്നത് പോലെ നമ്മൾ കാത്തിരിക്കേണ്ടതല്ല. മറിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും അവർ അഡ്വൈസ് ചെയ്യുകയും ഒരുമിച്ച് നിയമനം നൽകുകയും ചെയ്യുന്ന ഒരു പ്രവണത ഈ ഒരു എക്സാമിനേഷൻ ഉണ്ടെന്നത് ഇവിടുത്തെ ഏറ്റവും ആകർഷകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു എക്സാമിനേഷനായി തയ്യാറെടുക്കുക. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കൂടുതൽ അറിയുന്നതിനുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു വിജയാശംസകൾ കൂടി നേരുന്നു. എല്ലാവർക്കും ഒരു സർക്കാർ ജോലി കിട്ടുമെന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.